ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സൂര്യയുടെ പുതിയ തമിഴ് സിനിമയായ കങ്കുവയിലേക്കാണ്. അപ്പോൾ ഒന്ന് രണ്ട് തവണ റിലീസൊക്കെ മാറ്റി വെച്ചിട്ടാണ് കങ്കുവ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ വന്നതിന് ശേഷം ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ ഇവിടെ കേൾക്കുന്നത്. ഒരുപാട് തിയേറ്ററൊന്നും കിട്ടിയിട്ടില്ല, പല സ്ഥലത്തും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിലെത്തി, പല സ്ഥലങ്ങളിലും ആദ്യത്തെ ഷോ കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ഡിറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സിരുത്തായി ശിവയാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിറക്ഷൻ മൂന്നും പുള്ളിയാണ്. സിരുത്തായി, വിശ്വാസം പോലുള്ള ഗംഭീര ഹിറ്റ് പടങ്ങൾ ചെയ്ത ഡയറക്ടറാണ്. ലീഡ് ആക്ടേഴ്സായിട്ട് വരുന്നത് ദിശ പട്ടാനി, സൂര്യ, ബോബി ഡിയോൾ, യോഗി ബാബു, ഇവരൊക്കെയാണ്. ഇനി സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ടൈം ലൈനിൽ നടക്കുന്ന കഥയാണ് സിനിമയിൽ പറയുന്നത്. ഒന്ന് 2024 നടക്കുന്ന ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിൽ ഫ്രാൻസിസ് എന്ന ഒരു കഥാപാത്രമാണ്, അത് പ്ലേ ചെയ്യുന്നത് സൂര്യയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ യോഗി ബാബുവിൻ്റെ ക്യാരക്ടറുണ്ട്. അവർ രണ്ടും ബൗണ്ടി ഹണ്ടേഴ്സാണ്, എന്ന് പറഞ്ഞാൽ പോലീസിന് വേണ്ടി കള്ളന്മാരെ പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇനി ഒരു വേറൊരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ 11ാം നൂറ്റാണ്ടാണ്. 11ാം നൂറ്റാണ്ടിൽ ഒരു തമിഴ് ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്, അല്ലെങ്കിൽ ഒരു 3-4 ട്രൈബൽ ഗ്രൂപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. അവിടെ കങ്കുവ എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടറിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് സൂര്യയാണ്. ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പ്രധാന ഫൈറ്ററാണ് അദ്ദേഹം. അപ്പോൾ ഈ രണ്ട് ടൈം ലൈനിലാണ് കഥകളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് ടൈം ലൈനുകളിലും ആകസ്മികമായി ഒരു കൊച്ചു പയ്യൻ, ഇവരുടെ ഫ്രാൻസിസ്, 2024 ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നു. നമ്മുടെ 11ാം നൂറ്റാണ്ടിലത്തെ കഥയിലാണെങ്കിൽ കങ്കുവയുടെ ലൈഫിലേക്ക് എത്തുന്നു. പിന്നീട് ആ പയ്യൻ എങ്ങനെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റുന്നു, ബാക്കിയുള്ള ആ പയ്യൻ ആരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇനി സിനിമയുടെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവ്യൂസിൽ പറയാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ 20 മിനിറ്റ് കത്തിയാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ആദ്യത്തെ 20 മിനിറ്റിനകത്ത് നായികയുടെ ഒരു ബിക്കിനി സോങ് ഉണ്ട്, പിന്നെ സൂര്യയുടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ വിചാരിച്ച 5ാം സെക്കൻഡ് പാർട്ടാണ് കാണുന്നത്. അമ്മാതിരി ഉള്ളൊരു പെർഫോമൻസാണ്. ഞാൻ പടം കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ വിചാരിച്ച ആദ്യത്തെ 20 മിനിറ്റാണ്. പക്ഷേ ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ പടം നേരെ കറണ്ട് ടൈം ലൈനിൽ നിന്ന് മാറിയിട്ട് ഈ 11ാം നൂറ്റാണ്ടിലെ കഥ പറയുന്ന ടൈം ലൈനിലോട്ട് പോകുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ഇതിൻ്റെ ക്രൂ ആയാലും ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സൊക്കെ ആയാലും ഇട്ടിട്ടുണ്ട്. ബോബി ഡിയോൾ, സൂര്യ, പിന്നെ ഈ കരുണാസ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സ്. പല ആക്ടേഴ്സിനെ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, കാര്യം അവരുടെ കോസ്റ്റ്യൂമും മറ്റൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും, ഡിറക്ഷനും വെട്രി പളനിസ്വാമിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, നല്ല സിനിമാറ്റോഗ്രാഫിയാണ്. DSP ആണ് ഇതിൻ്റെ മ്യൂസിക്. അത്യാവശ്യം ഗംഭീരമൊന്നും പറയാനില്ലെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള മ്യൂസിക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ്. ഞാനീ പറഞ്ഞ പോലെ പഴയ ടൈമിൽ. സെക്കൻഡ് ഹാഫിൻ്റെ ഏതാണ്ടൊരു അവസാനത്തെ അരമണിക്കൂർ മുമ്പ് വരയ്ക്കും ഈ പഴയ ടൈം ലൈനിൽ നിന്നാണ് ഈ കഥ പറയുന്നത്. ഗംഭീരമായിട്ട് ആ ടൈം ലൈനിലെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും, പിന്നെ നറേഷൻ സ്റ്റൈലായാലും ആക്ഷൻ സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ ആയാലും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഈ 2024 പറയുന്ന സ്റ്റോറി ലൈൻ കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അത് ഈ ശിവയുടെ കയ്യിൽ നിൽക്കാതെ പോയി എന്ന് വളരെ ക്ലിയറായിട്ട് തോന്നിയ ചില ഭാഗങ്ങളാണ്. അതായത് ആവശ്യമില്ലാത്ത അനിമേഷൻസും, പുള്ളിക്കത് വഴങ്ങുന്നില്ല. അത് ഈ പല സ്ഥലം നമുക്ക് വിവേകമൊക്കെ ഓർമ്മ വരും, അജിത്തിൻ്റെ ആ ഒരു സെറ്റപ്പിലൊക്കെ ഉള്ള കുറേ സീൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആ 2024 ടൈം ലൈനിലുള്ള അങ്ങോട്ട് മാറ്റി വെച്ചാൽ, അത് ഞാനീ പറഞ്ഞ ആദ്യത്തെ 20 മിനിറ്റ് ഉണ്ട്, അവസാനത്തെ 20 മിനിറ്റ് ഉണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ 11ാം നൂറ്റാണ്ടിലുള്ള കഥ പറഞ്ഞു പോകുന്ന വിഷ്വൽസ്, ഫ്രെയിംസ്, സ്റ്റോറി, നറേഷൻ എല്ലാം ഗംഭീരമാണ്. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വർത്ത് എക്സ്പീരിയൻസ് തരുന്നത് ആ ഒരു ടൈം ലൈനിൽ പറയുന്ന കഥയാണ്. ഇനി ഇതിൻ്റെ ഒരു ക്രൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോകണമെന്നുള്ളത്, സിരുത്തെ ശിവയുടെ ഡിറക്ഷൻ ഗംഭീരമായ ഡിറക്ഷനാണ് പുള്ളി. ഈ സിരുത്തെ ശിവ തന്നെയായിരുന്നു എനിക്ക് ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ചെറിയൊരു പേടിയുള്ള എലമെൻറ്റ്. കാരണം പുള്ളി എങ്ങനെ ഈ പടം പിന്നെ കൺവേ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. കാരണം ഇതൊരു പീരീഡ് ഡ്രാമയാണ്, ഭയങ്കര വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു പടമാണ്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കുമെന്നുള്ള ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പുള്ളി അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അമ്പേ കാറ്റി പുറത്തുന്ന രീതിയിലുള്ള ഡിറക്ഷനായിരുന്നു പുള്ളിയുടേത്. ഈ പ്രത്യേകിച്ച് ആ 11ാം നൂറ്റാണ്ടിൽ ഉള്ള ടൈം ലൈനിൽ പറയുന്ന കഥയുടെ അത് ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്.
നല്ല ടൈറ്റ് നറേഷനാണ്, സ്റ്റൺ സീക്വൻസുകളെല്ലാം അടിപൊളിയാണ്, സിനിമാറ്റോഗ്രാഫി നല്ല സിനിമാറ്റോഗ്രാഫിയാണ്. DSPയുടെ മ്യൂസിക്കും BGM കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. പല സ്ഥലത്തും ഒരു നോയ്സി ആയി പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. അതായത് ഒരു BGM ഒരു സട്ടിൽ ആയിട്ട് പോകേണ്ട ഒരു BGM ഒക്കെ ഭയങ്കര നോയ്സിയായി കാതടപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എല്ലായിടത്തും അല്ല, ചിലയിടത്ത് അങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കാസ്റ്റിൻ്റെ പെർഫോമൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ഹീസ് കരിയറാണ്. ആ ഓൾഡ് ടൈം ലൈനിലുള്ള പെർഫോമൻസ്, ന്യൂ ഏജ് ടൈം ലൈനിൽ പ്രത്യേകിച്ച് പുള്ളി ഒന്നും തന്നെയും ചെയ്തിട്ടില്ല. പക്ഷേ കങ്കുവയായിട്ട് വരുന്ന റോൾ ക്യാരക്ടർ പുള്ളി ഒരുപാട് എഫേർട്ട് ഇട്ട് നല്ലവണ്ണം പിന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ചെയ്തിരിക്കുന്ന റോളാണ്. അത് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. പുള്ളിയുടെ പോലെ എക്സ്പ്രഷൻസ് ഒക്കെ ആയാലും ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടുണ്ട്. നല്ല ആക്ടിങ് ആണ് പുള്ളി ഈ സിനിമയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഹീസ് കരിയറാണ് ഈ പടം. ഇതിൻ്റെ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പെർഫോമൻസ്. ബോബി ഡിയോൾ വില്ലനായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഈ അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരു ഒറ്റ കണ്ണനായിട്ടാണ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള പ്രോപ്സ് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നി. ഈ അത് പല സീക്വൻസുകളിലും നമ്മൾ ഈ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പുള്ളിയുടെ മുഖം കാണിക്കുമ്പോൾ കാണുന്ന ആൾക്ക് മനസ്സിലാവും അതൊരു ഫിറ്റഡ് പ്രോപ്പാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ദിശ പട്ടാനിക്ക് ശരിക്കും പറഞ്ഞാൽ റോള് കുറഞ്ഞു പോയി. ഒരു സോങ്ങും പിന്നെ ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത് എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഒരു ചെയ്തൊരു നീതികേടായിട്ട് എനിക്ക് തോന്നി. കാര്യം നല്ല ഫിസിക്കും നല്ല ആക്ഷൻ സെൻസും ഉള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ പുള്ളിക്കാരി കുറച്ചും കൂടെ അങ്ങനത്തെ റോള് കൊടുത്താൽ നന്നായിരുന്നതിനെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പയ്യൻ വരുന്നുണ്ട്, എനിക്ക് അവൻ്റെ പേരറിയത്തില്ല. നല്ല പെർഫോമൻസാണ്. 2 ഏജിലും 2 ടൈം ലൈനിലും കാണിച്ചിരിക്കുന്നത് ഒരേ പയ്യനാണ്. നല്ല പെർഫോമൻസാണ് 2 ടൈം ലൈനിലും. ഇതാണ് കാസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ്. പിന്നെ യോഗി ബാബുവിൻ്റെ കോമഡി നമ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ലീഡ് കാസ്റ്റായിട്ട് വരുന്നവരുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്. ഇനി സിനിമ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. അതിനുള്ള എല്ലാ എലമെൻസും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സിരിതായ് ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരു സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് കത്തി എലമെൻറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ചെറിയ കത്തി എലമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് ഈ പടത്തിലുമുണ്ട്. ആ കത്തി എലമെൻറ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ പടം. അതിപ്പോൾ എന്താ പറയുക, ബാക്കി ഉള്ള സിനിമകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവർ കൊടുത്ത ഹൈപ്പിന്, എനിക്ക് തോന്നുന്നതാണ് കൊടുത്ത ഹൈപ്പിന് വെർത്തായിട്ടുള്ളൊരു മൂവിയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. അവർ പിന്നെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് സിനിമ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. അതിനുള്ള പണി അവരെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. അപ്പോൾ വീക്കെൻഡ് വരുവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 20 മിനിറ്റും അവസാനത്തെ ഒരു 20 മിനിറ്റും ഈ 2024 ടൈം ലൈൻ അത് മാത്രം ഒന്ന് കണ്ണടച്ചങ്ങ് വിട്ടാൽ മതി. പക്ഷേ ബാക്കിയുള്ളതെല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ തന്നെ പ്രത്യേകിച്ച് ഒരു 2-3 സ്റ്റൺ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു മുതലയുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മഞ്ഞിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു ലേഡീസിൻ്റെ ഒരു ഫൈറ്റുണ്ട്. അതെല്ലാം അടിപൊളിയാണ്. നല്ല മാസ് എലിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സിരിതായ് ശിവ ഒരു ഗംഭീരനായ ആളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ മാസൊക്കെ നല്ലോണം എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് വീക്കെൻഡ് വരുവാണ്. തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് തന്നെ കാണുക. OTTയിൽ വേണ്ടി വെയിറ്റ് ചെയ്തത്. തിയേറ്ററിൽ കാണാനുള്ള എലമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. അപ്പോൾ സിനിമ കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.